ഹായ് ഓൾ വെൽക്കം ബാക്ക്. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ IT സൈബർ സെക്യൂരിറ്റി കമ്പനികളുടെയൊക്കെ ഷെയറുകൾ കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. ഒരു മുഴുവൻ IT ടീം ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ കെൽപ്പുള്ള ആന്ത്രോപ്പിക്കിൻ്റെ പുതിയ ഡെസ്ക്ടോപ്പ് ടൂളായ ക്ലോഡ് കോവർക്കും ക്ലോഡ് കോഡുമാണ് വിപണിയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയത്. ഇത് വെറും ഒരു ചാറ്റ് ബോട്ട് അല്ല, നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളൊക്കെ ആക്സസ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ള ഒരു യഥാർത്ഥ വെർച്വൽ അസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ കുറച്ചായി ഇപ്പോൾ ഈ ക്ലോഡ് കോവർക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് യൂസ് കേസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ക്ലോഡ് മാർക്കറ്റിൽ ഇത്ര വലിയൊരു തകർച്ച കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനുവരി അവസാനത്തോടെ ആന്ത്രോപ്പിക്ക് ക്ലോഡ് കോവർക്കിലേക്ക് 11 ഓപ്പൺ സോഴ്സ് പ്ലഗിനുകൾ അവതരിപ്പിച്ചു. ലീഗൽ, ഫിനാൻസ്, സെയിൽസ് വർക്ക് ഫ്ലോകളൊക്കെ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരുന്നു ഈ ഒരു പ്ലഗിനുകളൊക്കെ. ഇതോടെയാണ് വൻകിട കമ്പനികൾ ഉപയോഗിച്ചിരുന്ന പല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെയൊക്കെ ആവശ്യമില്ലാതായത്. SAP, സെയിൽസ് ഫോഴ്സ്, ലീഗൽ, സൂം തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ഷെയറുകളാണ് ഈ ഒരു പ്ലഗിൻസ് ആന്ത്രോപ്പിക് റിലീസ് ചെയ്തതോടെ കൂപ്പുകുത്തിയത്. ഏകദേശം $285 ബില്യൺ മൂല്യമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സംഭവം സൈബർ സെക്യൂരിറ്റി ക്രാഷ് ആയിരുന്നു. ഫെബ്രുവരി 20 ആന്ത്രോപ്പിക്ക് ക്ലോഡ് കോഡ് സെക്യൂരിറ്റി എന്നൊരു പുതിയ ഫീച്ചർ ഡെവലപ്പേഴ്സിനായിട്ട് പുറത്തിറക്കിയത്. ഇതൊരു AI ഏജന്റ് ആയിരുന്നു. നമ്മൾക്ക് ഹ്യൂമൻസിന് കണ്ടെത്താൻ കഴിയാത്ത 500-ലധികം വലിയ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് ഈ ഒരു ഏജന്റ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കോഡ് തനിയെ റൈറ്റ് ചെയ്യുകയും ചെയ്തത്. ഇതോടെയാണ് മേജർ സൈബർ സെക്യൂരിറ്റി കമ്പനീസ് ആയിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്ക്, ക്ലൗഡ് ഫെയർ പോലെയുള്ള കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് മണിക്കൂറിനുള്ളിൽ തന്നെ 8 മുതൽ 11% വരെയാണ് ഇടിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് IT കമ്പനികളെയും സെക്യൂരിറ്റി ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ചിരുന്ന പല വലിയ പണികളും ഈ ഒരു $20 കൊടുത്താൽ ഒരു AI സ്വന്തമായി ചെയ്യും എന്നുള്ള തിരിച്ചറിവാണ് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നത്. ഫെബ്രുവരി 23 അടുത്തൊരു സംഭവം നടന്നത്. ലോകത്തെ തന്നെ 95% ATM ഇടപാടുകൾ നടക്കുന്നത് പഴക്കമുള്ള ഒരു കൊബോൾ എന്ന് പറയുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു പഴയ സിസ്റ്റങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിലൂടെ കോടിക്കണക്കിന് ഡോളേഴ്സാണ് വമ്പൻ കമ്പനിയായിട്ടുള്ള IBM വർഷാവർഷം സമ്പാദിക്കുന്നത്. എന്നാൽ ഈ കൊബോൾ കോഡുകൾ പുതിയ കാലത്തേക്ക് തനിയെ അപ്ഡേറ്റ് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് ക്ലോഡ് കോഡ് തെളിയിച്ചു. ഇതോടെയാണ് IBMന്റെ ഷെയറുകൾ 13.2% ഒറ്റയടിക്ക് ഇടിഞ്ഞത്. 2000 ശേഷം IBM നേരിട്ട ഏറ്റവും വലിയൊരു തകർച്ചയായിരുന്നു ഇത്. ഏകദേശം $40 ബില്യൺ മൂല്യമാണ് IBMന് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത ഈ ക്ലോഡ് കോവർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഓൾറെഡി ക്ലോഡ് കോവർക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തതെന്നും എന്തൊക്കെയാണെന്നുള്ളതും ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ആ ക്ലോഡ് കോവർക്ക് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് അതിനുശേഷമുള്ള എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് സെക്ഷനിൽ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ക്ലോഡിൻ്റെ ഈ ഒരു കോവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് cloud.com/download എന്ന് പറഞ്ഞ ഈ URL വരാം. ഈ URL വന്നു കഴിയുമ്പോൾ നമുക്കിതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ആപ്പിളിലും വിൻഡോസിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള 2 ലിങ്കുകൾ ഇവിടെ കാണാം. നിങ്ങൾ macOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, വിൻഡോസ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതെന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ക്ലോഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോവർക്കാണ്. കോവർക്ക് ഈ ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലുള്ളതാണ്. ക്ലോഡ് കോഡും നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കോവർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫസ്റ്റ് തന്നെ വർക്ക് ഇൻ എ ഫോൾഡർ എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ
തന്നെ നമുക്ക് പുതിയ ഫയൽസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ക്ലോഡിൻ്റെ പുതിയ കണക്റ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. പുതിയ പ്ലഗിൻസ് അവരുടെ ഉള്ളതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നെ ക്ലോഡിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓപ്പസ് 4.6 ഓപ്പസ് 4.6 ആണ് ക്ലോഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ. അതുപോലെ പിന്നെ സോണറ്റ് 4.6, ഹൈക്കു 4.5 ഒക്കെ പല മോഡൽസ് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വിച്ച് ചെയ്യാം നമ്മൾ ഓരോ ടാസ്ക് കൊടുക്കുന്ന സമയത്ത്. ഈ ഓപ്പസ് 4.6 ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മോഡൽ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്രെഡിറ്റ്സ് പെട്ടെന്ന് തീർന്നു പോവും. അപ്പം അതുപോലെ ഭയങ്കര ഹൈ നമ്മൾക്ക് ഓപ്പസ് 4.6ൻ്റെ പോലത്തെ രീതിയിലുള്ള കേപ്പബിലിറ്റീസ് ആവശ്യമുള്ള ടാസ്കുകൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാത്ത മോഡലുകൾ യൂസ് ചെയ്യാം. സോണറ്റും ഹൈക്കും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റുകൾ അത്ര തീരില്ല. ഓപ്പസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്രെഡിറ്റുകൾ തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ വർക്കിനെ ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നോക്കാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫോൾഡറിൽ ക്ലോഡിൻ്റെ ഈ വർക്കിനെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റോർ ഉള്ളവരോ അല്ലെങ്കിൽ ഒരു സോളോ കൊമേഴ്സ് ഓൺടർപ്രന്യൂറോ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ കയ്യിൽ വെച്ചൊരു പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ അതിനൊക്കെ വലിയൊരു പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റില്ല. നമ്മൾ നോർമലി ഒരു ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഈ ഒരു കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഫോണിൽ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പം കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് .HEIC എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് നോർമലി എടുക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് എനിക്കിപ്പം ChatGPTയുടെ അടുത്ത് കൊടുത്തിട്ട് എനിക്കിതിനെ കുറച്ചും കൂടി ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ആക്കാനോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഫോർ എക്സാമ്പിൾ ഷോപ്പിഫൈയിൽ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ഫോർമാറ്റ് അവർ എടുക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് PNGയോ JPGയോ ആയിട്ട് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഓരോന്നും എന്ത് ചെയ്യണം, നോർമലി എന്താ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ മാക് ഡിവൈസോ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഫയൽ കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നും PNG ആക്കി കൺവേർട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് കുറേ ഇമേജസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ക്ലോഡിൻ്റെ ഈ കോവർക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, വർക്ക് ഇൻ എ ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫോൾഡറിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ആ പെർട്ടിക്കുലർ ഫോൾഡർ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പോൾ ഈ ഫോൾഡർ ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്ത് ഓപ്പൺ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. അതിൻ്റെ ഉള്ളിലെ സബ് ഫോൾഡേഴ്സിലും ഒക്കെ അതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അലൗ എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അലൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഫോട്ടോസ് ഫോൾഡറിലെ എല്ലാ ഫയൽസിനെയും PNG ഫോർമാറ്റായിട്ട് മാറ്റുകയും ചെയ്യണം. ഓരോന്നിനെയും സെപ്പറേറ്റ് ഫോൾഡേഴ്സിലാക്കി, അതായത് പല പ്രൊഡക്റ്റ് ഫോട്ടോസാണ് നമ്മുടെ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കിടക്കുന്നത്. ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസാണുള്ളത്. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പേര് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കിത് ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പസ് 4.6ന് നമുക്ക് കൂടുതൽ ലിമിറ്റ് കുറവാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു മോഡലുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇവർ തന്നെ കാണിക്കുന്നുണ്ട്, ഓപ്പസ് യൂസസ് യുവർ ലിമിറ്റ് ഫാസ്റ്റ്, ട്രൈ അനദർ മോഡൽ ഫോർ ലോങ്ങർ. കുറച്ച് നേരം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റു മോഡലുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തോട്ട് പ്രോസസ്, ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ ലുക്കിംഗ് അറ്റ് വാട്ട് ഫയൽസ് യു ഹാവ് ഇൻ ദ ഫോൾഡർ. അപ്പോൾ അത് ചെക്ക് ചെയ്തു. 30 ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ എല്ലാത്തിനും ആദ്യം തന്നെ PNG ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ആൻഡ് കാറ്റഗറൈസ് ദ പ്രൊഡക്ട്സ്.
അപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് ഇതിന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു യൂസ്. നമ്മളിത് മാനുവലി ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇതിൻ്റെ അടുത്ത് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ അടുത്ത് ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഉള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് കൊടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് മാത്രമാണ് കേട്ടോ. ആ ഫോട്ടോയിൽ നിന്നും ആ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രൊഡക്റ്റിൻ്റെ നെയിം എക്സ്ട്രാക്ട് ചെയ്തു. ഞാൻ നെയിമും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ നമ്മൾ കൊടുത്ത ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജുകളിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പ്രൊഡക്റ്റുകളുടെ പേരുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ദിക്കർ കൗണ്ടറാണ്. അപ്പോൾ അതിൻ്റെ പേര് അതിൽ നിന്ന് മനസ്സിലാക്കി, എന്നിട്ട് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എത്ര ഇമേജ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അടുത്തതൊരു വാച്ചാണ്. അപ്പോൾ ഇതാണ് ആ വാച്ച്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഇമേജ് ഇതിൽ നിന്ന് തന്നെ അത് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ നെയിം കൊടുത്തു. പിന്നെ അടുത്തൊരു ഖുറാൻ സ്പീക്കറാണ്. അതുപോലെ തന്നെ ഒരു ഡെസ്ക് ലാമ്പ് ഖുറാൻ സ്പീക്കർ, പിന്നെ ഒരു ഐ തസ്ബി. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇമേജുകളിൽ നിന്നും ആ പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേരുകൾക്ക് അനുസരിച്ച് ഓരോ ഫോൾഡർ ഉണ്ടാക്കി. ഈ ഫോൾഡറുകളൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ കറസ്പോണ്ടിങ് ഇമേജുകൾ, ഇപ്പോൾ ഇത് വി ഇസ്ലാമിക് ഐ തസ്ബി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കാര്യമാണ് ഇതിൻ്റെയും ഇത് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം .png ആക്കി മാറ്റിയിട്ടുമുണ്ട്. അടുത്തത് ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡർ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു കറസ്പോണ്ടിങ് പ്രൊഡക്റ്റിൻ്റെ ഇമേജുകൾ അല്ലാതെ വേറൊരു ഇമേജും അവിടെ ഇല്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇമേജുകൾ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ഇവിടെ നിങ്ങൾ നെയിമിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജിന് നമ്മൾ PNG ആക്കാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അതിന് എന്താക്കിയിട്ടുണ്ട്, ഇത് അതിൻ്റെ ബോക്സ് ഫ്രണ്ടാണ്, ബോക്സിൻ്റെ സൈഡാണ്, അതുപോലെ ഇത് പ്രൊഡക്റ്റ് ആംഗിളാണ്, പ്രൊഡക്റ്റ് വിത്ത് ബോക്സാണ്, അതുപോലെ ഇത് ബോക്സിൻ്റെ ബാക്ക് സൈഡാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാത്തിനും നെയിമിങ്ങും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഓരോ കാറ്റഗറി ആക്കി നമുക്ക് PNG ആക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പറയാണ്, ഓക്കെ നമുക്കൊരു കൊമേഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള രീതിയിൽ ഇത് ജസ്റ്റ് ഫോട്ടോസ് അല്ലേ, 1:1 റേഷ്യോയുടെ ഉള്ളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാക്കി തരണം എന്ന് പറഞ്ഞാൽ അതും അത് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാത്തിനെയും ഓരോ പെർട്ടിക്കുലർ ഫോൾഡറിലാക്കി കറക്റ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അടുത്തത് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ റൈറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ കയ്യിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഈ ഇമേജസ് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ പ്രൊഡക്റ്റ് ഇമേജസിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്, ഓരോ പ്രൊഡക്റ്റിനും വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ റൈറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഈച്ച് പ്രോഡക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ പറയുകയാണ്, ലെറ്റ് മീ റിവ്യൂ ദ പ്രൊഡക്റ്റ് ഇമേജസ് മോർ കെയർഫുള്ളി ടു റൈറ്റ് അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻസ് ബേസ്ഡ് ഓൺ ദ പാക്കേജിങ് ഡീറ്റെയിൽസ്. അപ്പോൾ പാക്കേജിങ് ഡീറ്റെയിൽസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഞാൻ ഒന്നും കൂടി പ്രൊഡക്റ്റ് ഇമേജസ് റിവ്യൂ ചെയ്യട്ടെ എന്നുള്ളതാണിത് പറയുന്നത്. അപ്പം എത്ര ഈസി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇതിപ്പോൾ നമുക്ക് ചെയ്തു തരുന്നത്. നമ്മൾക്ക് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞ ആ ഒരു ഫോൾഡറിൻ്റെ ആക്സസും കൊടുത്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഈ കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിതെല്ലാം കൂടി ഒറ്റ സ്ട്രെച്ചിൽ കൊടുക്കാം. ഈ ഒരു ഫോൾഡർ കൊടുത്തിട്ട് നമുക്ക് ആദ്യത്തത് ഒറ്റ ടാസ്ക് ലിസ്റ്റായിട്ട് ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ പറയുകയാണ്, കൺവേർട്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് വേണ്ടത് എന്നുള്ളത്. ടെക്സ്റ്റ് ഫയൽ വേണോ, ഡോക്യുമെൻറ്റ് വേണോ, അതോ എക്സൽ സ്പ്രെഡ്ഷീറ്റ് വേണോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയുകയാണ് ടെക്സ്റ്റ് ഫയലായിട്ട് മതി എന്ന് പറയുകയാണ്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇത് തന്നെ ഫസ്റ്റ് തന്നെ ഒരു എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു
ടാസ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞ ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് റിവ്യൂ ദ പ്രൊഡക്റ്റ് ഇമേജസ്, അത് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് റൈറ്റിംഗ് ആൻഡ് സേവിങ് ദ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾ ഡൺ. ഐ ഹാവ് ആഡഡ് എ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ .txt ഫയൽ ഇൻസൈഡ് ഈച്ച് പ്രൊഡക്റ്റ് ഫോൾഡർ. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഫോൾഡറിൻ്റെ ഉള്ളിലും അതെന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫയലും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾഡർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ളിലും ഓരോ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ .txt ഫയൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ നമുക്കത് എടുത്ത് നോക്കാം. അപ്പോൾ അത് വാൾ പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഖുറാൻ സ്പീക്കറാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്, ഖുറാൻ ട്രാൻസ്ലേഷൻ ഉണ്ട്, ആയ ബൈ ആയ വേർഡ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, MP3 ഉണ്ട്, അസാൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് വാൾ പ്ലഗ് ഡിസൈൻ ആണ്, ചാർജിങ് ഒന്നും വേണ്ട, കോമ്പാക്റ്റ് ആൻഡ് പോർട്ടബിൾ ആണ്. പിന്നെ അത് എവിടെയൊക്കെയാണ് ഐഡിയൽ ആയിട്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടിയും അതെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അത് റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കണ്ടോ, നമ്മൾ ആ ഒരു 365 ഡേ ബാറ്ററി ലൈഫ് ഉണ്ട്, കോമ്പാക്റ്റ് ആൻഡ് വെയറബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 365 ഡേയ്സ് വാറൻറ്റി എന്നുള്ളതൊക്കെ ഒരു ഇമേജിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു കൊമേഴ്സ് സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനും ആവശ്യത്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറും ഒരു ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിനെ ഒരു PNG ആക്കി മാറ്റി, അതുപോലെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും റൈറ്റ് ചെയ്തു. ഇനി അടുത്ത കാര്യം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ഈ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ സെല് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. ഇപ്പോൾ നിങ്ങൾ മെറ്റയിലോ ഗൂഗിളിലോ ഒക്കെ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിൽ കൊടുക്കാനായിട്ടുള്ള ഹെഡ്ലൈനും പ്രൈമറി ടെക്സ്റ്റും ക്യാപ്ഷൻസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്ലാനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാം. നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ചെയ്യാം, ഇവിടെ മെറ്റ ആഡ്സിൻ്റെ തന്നെ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും ക്യാമ്പയിൻസും ആഡ് സെറ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ തരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഐ നീഡ് ടു റൺ മെറ്റ ആഡ്സ് ഫോർ ദീസ് പ്രൊഡക്ട്സ്, ക്യാൻ യു ക്രിയേറ്റ് എ മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ മീ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ മെറ്റ ആഡ് റൺ ചെയ്യണം എന്നുള്ളത്. ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷേ നമ്മുടെ ഈ ക്ലോഡ് കോവർക്കിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇത് ചോദിക്കുകയാണ് ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ് ഈ പ്രൊഡക്ട്സിൻ്റെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ ആണോ, അതുപോലെ യങ് മുസ്ലിംസിനെ ആണോ, ഗിഫ്റ്റ് ബയേഴ്സിനെ ആണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾ ഓഫ് ദ അബവ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് ഏത് റീജിയനിലേക്കാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ ആഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം UAE ആൻഡ് ഗൾഫ് GCC ആണോ അതോ മിഡിൽ ഈസ്റ്റ് ആണോ ഗ്ലോബൽ മുസ്ലിംസ് ആണോ UAE. അപ്പോൾ ഞാനിവിടെ UAE ഉള്ളി എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുപോലെ നമ്മൾക്ക് എത്രയാണ് മന്ത്ലി ആഡ് ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നമ്മുടെ അടുത്ത് ഡു യു ഹാവ് എൻ ഓൺലൈൻ സ്റ്റോർ ഓർ വെബ്സൈറ്റ് വെർ കസ്റ്റമേഴ്സ് ക്യാൻ പർച്ചേസ്. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. യെസ് ഐ ഹാവ് എ വെബ്സൈറ്റ് എന്നുള്ളത് ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളൊരു മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് തരാനായിട്ട് പറയുമ്പം വെറുതെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തല്ല തരുമല്ല ഇതിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇത് ചോദിച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ
ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ ഏതൊക്കെ കാറ്റഗറീസ് ആണ്, അതിൻ്റെ എന്താണ് USPs എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ മെറ്റയിലൊക്കെ ആഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെമോഗ്രാഫിക്സും ടാർഗറ്റ് ഓഡിയൻസിനെയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് കാറ്റഗറി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏത് ഇൻട്രസ്റ്റ്സ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ് ഏജ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതും ഒക്കെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ജനറൽ ആയിട്ടാണ് തന്നിരിക്കുന്നത് സെഗ്മെൻറ്റ് A, സെഗ്മെൻറ്റ് B, സെഗ്മെൻറ്റ് C എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗിഫ്റ്റ് ബയേഴ്സിനാണെങ്കിൽ ഇപ്പം റമദാൻ സീസൺ അല്ലല്ലോ, റമദാൻ ഈദിനൊക്കെ പറ്റുന്ന രീതിയിൽ ഗിഫ്റ്റ് ബയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മാർക്കറ്റിംഗ് പ്ലാൻ തന്നെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രക്ചർ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ട്, ഇപ്പം ഫസ്റ്റ് തന്നെ ഒരു ദിക്കർ കൗണ്ടർ റിങ്ങിൻ്റെ ആണെങ്കിൽ ഏത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, കൺവേർഷൻസിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾ മെറ്റീരിയൽ ആഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ചോദിക്കും എന്താണ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പം കൺവേർഷൻസ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പം എൻഗേജ്മെൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൺവേർഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ എത്ര ബഡ്ജറ്റ് ഡെയിലി സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്ത് അപ്രോക്സിമേറ്റ് മന്ത്ലി ബഡ്ജറ്റ് എത്രയാണ് നമ്മുടെ ചോദിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിനും എത്ര ബഡ്ജറ്റ് വെച്ച് നമ്മൾ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ആഡ് ഫോർമാറ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആഡ്, റീൽ ഫോർമാറ്റ്, കാരോസൽ, സിംഗിൾ ഇമേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആഡ് കോപ്പി ആംഗിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ആഡിനും വേണ്ടിയിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റും ഹെഡ്ലൈനും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റിനും നിങ്ങൾ നോക്കിയാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇപ്പം ഇമേജിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെയുള്ള രീതിയിൽ നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുള്ള ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് URL പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷും അറബിക്കും നമ്മൾ UAE-യിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റുകളൊക്കെ നമുക്ക് അറബിക്കിൽ കൊടുക്കാനായിട്ടുള്ള രീതിയിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെക്സ്റ്റും നമ്മൾക്ക് എന്താണ് അവർ ആ ഒരു പെർട്ടിക്കുലർ രീതി നമ്മൾ കൊടുക്കുന്ന ഇമേജോ അല്ലെങ്കിൽ വീഡിയോയോ എന്താണ് ഒരു കൺവീനിയൻസ് ആംഗിൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. ഗിഫ്റ്റ് ആംഗിളിനാണ് നമ്മൾ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രൈമറി ടെക്സ്റ്റാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് പ്രൈമറി ആഡിന് വേണ്ടിയിട്ടുള്ള ആഡ് കോപ്പീസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജാണ് നമ്മൾ കൊടുത്തുള്ളൂ. അതും നമ്മുടെ സാധാരണ ഒരു ഫോണിലെടുക്കുന്ന ഒരു ഇമേജ്. ആ ഒരു ഇമേജ് വെച്ച് തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഇപ്പം നമ്മൾ മെറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഡ് കോപ്പീസ് ആണല്ലോ ക്രിയേറ്റ് ചെയ്തത്. ഇനി മെറ്റയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇമേജസോ അല്ലെങ്കിൽ ആഡിന് വേണ്ടിയിട്ടുള്ള ഇമേജസ്, കാരോസൽ ഇമേജസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ MCPs ഉണ്ട്. MCPs കണക്ട് ചെയ്തിട്ട് അതും നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രപ്പോസൽസ് സെൻഡ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് കേസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്ലോഡിൻ്റെ ഈ കോവർക്ക് വെച്ചുള്ളത്. നമ്മൾക്ക് വളരെ ലൈക്ക് ഡേ ടു ഡേ ടാസ്കുകൾ നമ്മളെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ക്ലോഡിൻ്റെ ഒരു കോവർക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലോഡിൻ്റെ കോവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് യൂസ് കേസാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത കുറച്ച് യൂസ് കേസാണ് ഇപ്പോൾ കാണിച്ചത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസ് കേസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.